ഇതിനു മുമ്പ് കോൺഗ്രസ്സിന് DIC കൂട്ടിയപ്പോൾ ഇതേപോലുള്ള ഇതുണ്ടായില്ലേ? DICയുടെ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തലേ ദിവസം വരെ പരസ്പരം പുലഭ്യം പറഞ്ഞിട്ട് പിറ്റേ ദിവസം പെട്ടെന്ന് കയറി ഐക്യം വെച്ചു. അവർക്ക് കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കണ്ണായ സീറ്റുകളായിരുന്നു. കാരണം സിറ്റിംഗ് MLA മാരുടെ സീറ്റുകളായിരുന്നു. വേറെ ഒരു സീറ്റ് മാറ്റിപ്പോലും കൊടുത്തില്ല. അത് മുഴുവൻ തോറ്റു. അപ്പോൾ ആ ഒരു അനുഭവം കോൺഗ്രസ്സിനുള്ളതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇതൊക്കെ അതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും മുമ്പിൽ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നൊരു അനുഭവമാണ്. അതുപോലെ നിരവധി അനുഭവങ്ങളുണ്ട്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലം പോലെയൊന്നുമല്ല. ഓരോ വിഷയങ്ങളും അപ്പോൾ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. പഴയ കാലത്തൊക്കെ കേരള രാഷ്ട്രീയത്തിലൊക്കെ ഓരോ 2 കൊല്ലം കഴിയുമ്പോൾ മുന്നണികൾ മാറുന്നു, ആളുകൾ കാല് മാറുന്നു. ഇതിനേക്കാൾ വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ മീഡിയ ഇന്ന് സത്യത്തിൽ അന്നത്തേക്കാൾ വളരെ ഭേദമായി രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചുമ്മാ പഴമക്കാരൻ രാഷ്ട്രീയക്കാരൊക്കെ പറയും, അല്ല ആളുകളൊക്കെ പറയും, രാഷ്ട്രീയം അങ്ങ് വഷളായി. രാഷ്ട്രീയം വളരെ നന്നായി. ഇപ്പം ഒരുപാട് മാറ്റം, മീഡിയാസിന് ഒരുപാട് പങ്കുണ്ട്. കാരണം അപ്പം ഇതെല്ലാം ജനങ്ങൾ എത്തിക്കുന്നത് കൊണ്ട്. പഴയ കാലത്ത് രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ എപ്പോഴും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ ആരും അറിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ PJ ജോസഫിനെതിരായി 4 വർഷമായി ഏതെല്ലാം വിഷയങ്ങളാണ് കൊണ്ടുവന്നത്. ആ വിഷയങ്ങളൊക്കെ മിഴുങ്ങേണ്ടി വരുന്നില്ലേ? ഇപ്പോൾ അതിൽ ഏറ്റവും രസകരമായ ഒരു തമാശ എന്ന് പറയുന്നത്, PJ ജോസഫ് മാണി സാറിൻ്റെ പാർട്ടിയിലേക്ക് ലയിക്കുന്നു, കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നു. രൂപക്കൂട്ടിൽ വരെ വെക്കേണ്ട ഈപ്പൻ വർഗീസിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെതിരായിട്ട് ശബ്ദിക്കുകയും സീറ്റുകളെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും എന്തൊരു വിരോധാഭാസമാണ്. ഇതിനെപ്പറ്റി താങ്കൾ എന്താ പറയുക? ഇതുപോലുള്ള പ്രവർത്തനം സീറ്റുകളെ സംബന്ധിച്ച് കോൺഗ്രസിന് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുടെയും വിഷയം ഉദിക്കുന്നില്ല. കാരണം UDFിൻ്റെ സീറ്റാണെന്നാണല്ലോ ഈപ്പൻ വർഗീസിനെ പോലുള്ള ആളുകൾ പറയുന്നത്. കാര്യം മാണി സാറിനെക്കാരും കൂടുതലായിട്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ചില പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണുന്നത് ഈപ്പൻ വർഗീസിനെ കുറിച്ച് ഞാൻ അന്നേ മറുപടി പറഞ്ഞതാണ്. 1/4 നൂറ്റാണ്ട് LDFിൻ്റെ കോലായി കിടന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് കോൺഗ്രസിന് നേരെ കയറില്ലേ എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം വയോധികനായ നേതാവിനോട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനിനി അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. UDFിൻ്റെ സീറ്റാണ്, സംശയമൊന്നുമില്ല, UDFിൻ്റെ സീറ്റാണ്. പക്ഷേ UDFിനകത്ത് ചില കീഴ്വഴക്കങ്ങളുണ്ട്. ഓരോ പാർട്ടികൾക്കും ചില കീഴ്വഴക്കങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം മാണി സാറിൻ്റെ കുത്തക സീറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സീറ്റിന്മേൽ ഉന്നയിക്കുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ. ശ്രീ PC ജോർജ് അതിലേക്ക് വരാം. ഞാൻ പറയാം, PC ജോർജ് ഇങ്ങോട്ട് വരുന്നു. PC ജോർജ് ഇങ്ങോട്ട് വരുമ്പം പൂഞ്ഞാർ സീറ്റാണ് വേണമെന്ന് പറയുന്നത്. PC ജോർജ് കേരള കോൺഗ്രസ് സത്യം പറഞ്ഞാൽ പറയാമല്ലോ, മാണി ഗ്രൂപ്പിലോട്ട് പോകണമെന്ന് വെച്ച് വന്നതൊന്നുമല്ല. PC ജോർജ് കോൺഗ്രസിനെ ഓപ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ PC ജോർജിന് പൂഞ്ഞാർ സീറ്റ് കിട്ടണം. മാണി സാർ പറഞ്ഞു, പൂഞ്ഞാർ ഞങ്ങളുടെ സീറ്റാണ്, കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്, അതുകൊണ്ട് ഞങ്ങളത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ലാതെ PC ജോർജ് കേരള കോൺഗ്രസിൽ പോയത്. അല്ല, PC ജോർജിനെ ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസിന് തീരുമാനം. അത് ഘടകകക്ഷിയാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വരുന്ന എല്ലാ ആളുകളെയും നമുക്ക് ഘടകകക്ഷിയാക്കി UDFിനെതിരെ ശക്തമായി വാളെടുത്ത ഒരാളായിരുന്നല്ലോ PC ജോർജ്. അതെ, മാണി സാറിനെ തന്നെ ഒരുപാട് പുലഭ്യം പറഞ്ഞിട്ടുണ്ട്. പാലാ മെമ്പർ എന്നല്ലാതെ മാണി സാറിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജോസഫിനെ പറ്റി പറയാത്ത കഥകളൊന്നുമില്ല. പക്ഷേ ആ PC ജോർജ് ഇപ്പോൾ UDFിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ടും കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവുമായിട്ട് നിൽക്കും. ഇതൊക്കെ കേരളത്തിൻ്റെ ജനങ്ങൾ PC ജോർജിനെ സംബന്ധിച്ച് നിൽക്കുന്നിടത്ത് പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ എട്ടരക്കട്ടയ്ക്ക് പിന്നെ സംസാരിക്കുക, അത് വേറൊരു കാര്യമാണ്. അത് പോട്ടെ. ഏതായാലും ഞാൻ മാണി സാറിന് ഈ അവകാശവാദം പറയാം. അന്ന് PC ജോർജ് കോൺഗ്രസ് ചേർക്കാൻ കഴിയാതെ, അല്ല PC ജോർജിന് കോൺഗ്രസ് ചേരാൻ കഴിയാതെ വന്നിട്ടുള്ളത് ഈ ഒറ്റ വിഷയം കൊണ്ടാണ്. ഒരു സീറ്റില്ല അന്ന്. അപ്പം സീറ്റുണ്ടല്ലോ, പൂഞ്ഞാറെന്നുള്ള പേര്. ഇപ്പം മാണി സാർ ഇപ്പം പുതിയൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി സീറ്റിനെ കുറിച്ച്. ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സീറ്റ്. കോൺഗ്രസിൻ്റെ സീറ്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കേരളത്തിലിപ്പോൾ കഴിഞ്ഞ ഈ 140 സീറ്റുകളിലും ബൈഫർക്കേഷൻ, ഈ ഡീലിമിറ്റേഷനെ തുടങ്ങി ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സീറ്റുകളുടെ പേര് തന്നെയാണ് എല്ലാവരും ആദ്യം പറയുന്നത്, ഓരോരുത്തരുടെയും സീറ്റ് ഇന്നതാണെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി കോൺഗ്രസിൻ്റെ സീറ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു വാഴൂർ നിയോജകമണ്ഡലമാണ് അതിൽ കൂടുതലുള്ളത്, കാഞ്ഞിരപ്പള്ളിയുടെ കുറച്ച് പോർഷനേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദമുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ ബഹുഭൂരിപക്ഷവും കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ അത് കോൺഗ്രസിനത് പൂഞ്ഞാറിങ്ങോട്ട് തരേണ്ടി വരും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. പാലാ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് ഭൂരിപക്ഷം പൂഞ്ഞാർ നിയോജകമണ്ഡലമാണ്. പാലാ PC ജോർജിനും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ അനാവശ്യമായ നമ്മുടെ അവകാശവാദങ്ങളൊന്നും സത്യത്തിൽ വളരെ നന്നായി പോകുന്ന ഒരു മുന്നണിക്കകത്ത് അത് ഒട്ടും ശരിയാകുന്നൊരു കാര്യമല്ല. അതിനേക്കാൾ നല്ലത് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുക. കാഞ്ഞിരപ്പള്ളി കോൺഗ്രസിൻ്റെ സീറ്റാണ്, നമുക്കതിനകത്ത് ചർച്ച ചെയ്യണം, ഞങ്ങൾക്ക് അവിടെ ഒരു MLA ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ന്യായമുണ്ട്. ഇതല്ലാതെ അതിനകത്ത് അത് വാഴൂർ സീറ്റ്, അതിന് പേര് കാഞ്ഞിരപ്പള്ളിയാണ് എന്നൊക്കെ പറയുന്നതൊരു ശരിയല്ലാത്ത കാര്യമാണ്.
മാത്രമല്ല കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ശക്തി തന്നെയാണ്. കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ശക്തിയാണ്. കാരണം അതിനകത്ത് പല നിയോജകമണ്ഡലം കോൺഗ്രസ് മാത്രമായി നിൽക്കുന്ന നിയോജകമണ്ഡലങ്ങളുണ്ട് കോട്ടയം ജില്ലയിൽ. മറ്റ് ഘടകകക്ഷികളിലൊന്നും വലിയ കാര്യമായ പിന്തുണയൊന്നുമില്ലാത്ത അവിടെ ആ ജില്ലയിൽ ഞങ്ങൾക്ക് വളരെ പരിമിതമായ സീറ്റുകളേ ഉള്ളൂ. ഞങ്ങൾ ലോക്സഭാ സീറ്റായിരുന്നു ഞങ്ങൾക്കിതിൻ്റെ എല്ലാം മേലെ ഒരു അംബ്രല്ലയായിട്ട് കിടന്നിരുന്നത്. ഈ ലോക്സഭാ സീറ്റും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടതുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അർത്ഥമില്ലാത്തൊരു സാഹചര്യം അവിടെ എത്തി നിൽപ്പുണ്ട്. അതുപോലെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ആണ്. മൂവാറ്റുപുഴ കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ അപ്പം ഞങ്ങൾക്ക് മൂവാറ്റുപുഴ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടതാണ്, ഇല്ലാതായിപ്പോയതാണ്. കഴിഞ്ഞ ഡീലിമിറ്റേഷനിൽ തിരുവിതാംകൂർ നഷ്ടപ്പെട്ടു പോയൊരു നിയോജകമണ്ഡലമാണ് പിന്നെ മൂവാറ്റുപുഴ. അപ്പോൾ തന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. മാണിസാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പുത്രനും കൂടിയായ ശ്രീ ജോസ് കെ മാണി. അദ്ദേഹത്തിൻ്റെ വളരെ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു വിഷയമായിരുന്നത്. അതിനെ അംഗീകരിച്ചു ഞങ്ങളപ്പോൾ തന്നെ അംഗീകരിച്ചു, കോട്ടയത്ത് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് കുറഞ്ഞു പോയപ്പോൾ അതും ഞങ്ങൾ സഹിക്കണം. അതും കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് പോയത്. അപ്പോൾ പാർലമെൻറ്റും ഞങ്ങൾ വിട്ടുകൊടുത്തു. അസംബ്ലി സീറ്റിൽ ഒരെണ്ണം കുറഞ്ഞു പോയത് അതും കോൺഗ്രസ് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത് ന്യായമില്ല. കാരണം ഈ തെക്കൻ കേരളത്തിൽ 7 സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ബൈഫർക്കേഷൻ വന്നപ്പോഴത്തേക്കും 7 സീറ്റ് കുറഞ്ഞ് 7 മലബാറിലാണ് കൂടിയത്. അപ്പോൾ ആ 7 സീറ്റിൽ ആനുപാതികമായി പറഞ്ഞാൽ 4 കോൺഗ്രസിൻ്റെയാണ് പോയത്. 4 സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയി. അതിനകത്ത് 2 സീറ്റ് കേരള കോൺഗ്രസ് മാണിയുടെ നഷ്ടപ്പെട്ടു പോയി. 1 സീറ്റ് JSSന് നഷ്ടപ്പെട്ടു പോയി. സ്വാഭാവികമായും ആ 7 നഷ്ടപ്പെട്ടത് കോൺഗ്രസ് തന്നെ സഹിക്കണമെന്നുള്ളത് അത്ര കഠിന ഹൃദയന്മാർക്കേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം.